സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങി, എഞ്ചിനീയറിംഗ് വകുപ്പ് തുടങ്ങി, ജലസേചന വകുപ്പ് തുടങ്ങി. 1836 ആദ്യ സെൻസസ് നടത്തി. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയതും എഞ്ചിനീയറിംഗ് വകുപ്പ് തുടങ്ങിയതും ജലസേചന വകുപ്പ് തുടങ്ങിയതും 1836 ആദ്യ സെൻസസ് നടത്തിയതും സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 280 ആണ്. ആർട്ടിക്കിൾ 280 ആണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ധനകാര്യ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ധനകാര്യ കമ്മീഷനിൽ ഉള്ളത്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷമാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ കാലാവധി. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി VP മേനോനാണ്. VP മേനോനാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ KC നിയോഗിയാണ്. KC നിയോഗിയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. മടക്കുപർവ്വതങ്ങൾക്ക് കാരണമായ പ്രക്രിയ ഏത്? ഉത്തരം വലനം അഥവാ ഫോൾഡിംഗ്. വലനം അഥവാ ഫോൾഡിംഗ് ആണ് മടക്കുപർവ്വതങ്ങൾക്ക് കാരണമായ പ്രക്രിയ. ഇന്ത്യൻ ഫലകത്തിനും യൂറോപ്യൻ ഫലകത്തിനും ഇടയിലായി രൂപം കൊണ്ട മടക്കുപർവ്വത നിര ഏത്? ഉത്തരം ഹിമാലയം. ഹിമാലയമാണ് ഇന്ത്യൻ ഫലകത്തിനും യൂറോപ്യൻ ഫലകത്തിനും ഇടയിലായി രൂപം കൊണ്ട മടക്കുപർവ്വത നിര. ഒരു നദി മറ്റൊരു നദിയുടെ ഒഴുക്ക് പിടിച്ചെടുക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റിവർ പൈറസി അഥവാ റിവർ ക്യാപ്ചർ. റിവർ പൈറസി അഥവാ റിവർ ക്യാപ്ചർ എന്നാണ് ഒരു നദി മറ്റൊരു നദിയുടെ ഒഴുക്ക് പിടിച്ചെടുക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസം. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമേത്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ് അഥവാ വെട്ടുകല്ല് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് അഥവാ വെട്ടുകല്ല് മണ്ണാണ് ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമേത്? ഉത്തരം പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. പശ്ചിമഘട്ടത്തിൻ്റെ നീളം എത്ര? ഉത്തരം 1600 കിലോമീറ്റർ. 1600 കിലോമീറ്ററാണ് പശ്ചിമഘട്ടത്തിൻ്റെ നീളം. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം എത്ര? ഉത്തരം 1200 കിലോമീറ്റർ. 1200 കിലോമീറ്ററാണ് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളേവ? ഉത്തരം ഗുജറാത്ത്, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം, മഹാരാഷ്ട്ര. ഗുജറാത്ത്, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം, മഹാരാഷ്ട്ര എന്നീ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്.